ഇന്ത്യ കഴിഞ്ഞ ദിവസം സുരക്ഷാ മന്ത്രിതല സമിതി യോഗത്തിൽ 5 വലിയ തീരുമാനങ്ങളാണ് എടുത്തത്. അതിലൊന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതാണ്. പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കാൻ ഉതകുന്ന ഒരു നിയമം തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കരാർ മരവിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം. രണ്ടാമത് ഇവിടെയുള്ള പാകിസ്ഥാനികളെല്ലാം കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് പാകിസ്ഥാനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ 3000 കോടി രൂപയുടെ പാകിസ്ഥാന്റെ വ്യാപാര കരാർ ഇപ്പോൾ നിലച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജമ്മു കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ കർശന നടപടി സ്വീകരിച്ചത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അട്ടാരി വാഗ അതിർത്തി അടച്ചിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള കരാറുകൾ പലതും നിർത്തിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാനിലേക്കുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്താൻ ഇന്ത്യയും തയ്യാറെടുത്തിരിക്കുകയാണ്. 2024 ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ $1.21 ബില്യൺ എത്തിയിരുന്നു. എന്തായാലും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നിരവധി തരം ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നു. അവ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്രദമാണ്. പാകിസ്ഥാന് ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ വിവിധതരം പഴങ്ങളും പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു. പയർവർഗ്ഗങ്ങൾ, കടല, ബസ്മതി അരി എന്നിവയും കയറ്റുമതി ചെയ്യുന്നു. ഇതിനു പുറമെ മാമ്പഴം, വാഴപ്പഴം തുടങ്ങിയ നിരവധി സീസണൽ പഴങ്ങളും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യ നിർത്തിവെക്കാനായി പോവുകയാണ്. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യൻ ചായ ലോകമെമ്പാടും പ്രശസ്തമാണ്. അസമിൽ നിന്നുള്ള, ഡാർജിലിംഗിൽ നിന്നുള്ള സുഗന്ധമുള്ള ചായപ്പൊടികൾ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. ഇതിനു പുറമെ മുളക്, മഞ്ഞൾ, ജീരകം തുടങ്ങിയ വിവിധതരം സുഗന്ധ വ്യഞ്ജനങ്ങളും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. ഇതോടൊപ്പം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റു വസ്തുക്കളിൽ ജൈവ രാസവസ്തുക്കൾ, മരുന്നുകൾ, പഞ്ചസാര, പലഹാരങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്താണ് വരുന്നത്? ഇതാണ് ചോദ്യം. പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന വസ്തുക്കൾ സിമന്റ്, സിന്ദുപ്പ്, മുൾട്ടാനിമിട്ടി, കോട്ടൺ, തുകൽ മാത്രമല്ല ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ മാത്രമാണ്. ഇതുകൂടാതെ പെഷാവാരി ചപ്പലുകൾ, അതായത് ചെരുപ്പുകൾ, ഇതാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യ ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യ നടത്തുന്ന ഈ സകല ഇറക്കുമതികളും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം മുട്ടിപ്പോകും, പട്ടിണിയിലായി പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമൃത്സറിൽ നിന്ന് വെറും 28 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അട്ടാരി ഇന്ത്യയിലെ ആദ്യത്തെ കര തുറമുഖമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം അട്ടാരി വാഗ അതിർത്തിയിലൂടെ മാത്രമാണ് നടക്കുന്നത്. അതിനാൽ 120 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെക്ക് പോയിന്റ് ദേശീയപാത 1 നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി വ്യാപാരത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് ഇതിൽ വഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അട്ടാരി വാഗ ഇടനാഴിയിലെ വ്യാപാര ബന്ധം നിരവധി ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നുപോകുന്നത്. 2017-18 വർഷത്തിലും 18-19 വർഷത്തിലും വ്യാപാരം 4300 കോടി രൂപ അടുത്തിരുന്നു. 2019-20 വർഷത്തിൽ 2772 കോടി രൂപയായും 2020-21 വർഷത്തിൽ കോവിഡിന്റെ സമയത്ത് 2639 കോടി രൂപയായും ഇത് കുറഞ്ഞിരുന്നു. എന്തായാലും 2022-23 വർഷത്തിൽ വ്യാപാരം 2257 കോടി രൂപ മാത്രമായി. എന്നിരുന്നാലും 24-ൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വലിയ കുതിച്ചുചാട്ടത്തോടെ 4000 കോടിയിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും 2023-24 6871 ട്രക്കുകൾ ഈ വഴി കടന്നുപോയി. 71563 യാത്രക്കാരുടെ നീക്കങ്ങളും രേഖപ്പെടുത്തി. ഇതെല്ലാം അടയുമ്പോൾ പാകിസ്ഥാന് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.